പേരക്കിട്ട് വാറ്റിയ ശുദ്ധമായ വാറ്റുചാരായമെന്ന അവകാശവാദം കയ്യോടെ പിടികൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ തണ്ടർ 10 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും പിടികൂടി. മുളയം കേരള എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായി നടത്തിയ പരിശോധനയിൽ മുളയത്ത് നിന്ന് 10 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. സംഭവത്തിൽ കൊട്ടിലംപറമ്പ് ഇളയാടത്ത് നിതിൻ 29 എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. വീടിന് സമീപത്തുള്ള ഷെഡിലാണ് ഇയാൾ വാറ്റിയിരുന്നത്. ആദ്യം ചാരായത്തിന് ആവശ്യക്കാർ എന്ന വ്യാജേനയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ സമീപിച്ചത്. വിലയും ബാക്കി കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചതിന് ശേഷം എക്സൈസ് സംഘത്തിലെ മറ്റു ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ എത്തുകയായിരുന്നു. പേരക്കിട്ട് വാറ്റിയ ശുദ്ധമായ ചാരായമാണ് തന്റേതെന്നായിരുന്നു ഇയാളുടെ അവകാശവാദം. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, KN സുരേഷ്, തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രവീൺകുമാർ, KS ഗിരീഷ്, NR രാജു, കൃഷ്ണപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, നിതിൻ മാധവ്, CEOമാരായ NR ഷാജിദ്, അനൂപ് ദാസ്, WCEO NK സിജ, എക്സൈസ് ഡ്രൈവർ TR ഷാജു എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അതില് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഒക്കണ്ടേ. കേരള എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇന്നേ ദിവസം തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ താലൂക്ക് മുളയം വില്ലേജ് കൊട്ടിലംപറമ്പ് പ്രദേശത്ത് വെച്ച് തൃശൂർ താലൂക്ക് കൊട്ടിലംപറമ്പ് മുളയം വില്ലേജ് ഇളയടത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൻ നിതിന്റെ ആൾതാമസമില്ലാത്ത ഷെഡിൽ നിന്നും 1200 ലിറ്റർ വാഷും അതുപോലെ 10 ലിറ്റർ ചാരായവും അടക്കം വാറ്റുപകരണം അടക്കം അറസ്റ്റ് ചെയ്ത് തൃശൂർ എക്സൈസ് റേഞ്ച് കേസ് എടുത്തിട്ടുള്ളതാണ്. തുടർന്നും വ്യാജ വാറ്റിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു. വരുന്ന സമയത്ത് ആള് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ ആ സമയത്ത് മാറ്റുന്ന നടപടികളായിരുന്നു. അതെ അതെ, അത് രണ്ടുപേര് വേഷമായിട്ടായിരുന്നു. അതൊരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം മഫ്റ്റി പാർട്ടി വരികയാണ് ഉണ്ടായത്. വരുമ്പോ ഇവര് ഇവിടെ ഉണ്ടായിരുന്നു. പതുക്കെ ഇതാക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂണിഫോം പാർട്ടി കേസെടുക്കുകയും ചെയ്തു.